ഇങ്ങനെ പണി മാത്രം എടുത്തോണ്ടിരുന്നാ മതിയോ? ഒരു ട്രിപ്പൊക്കെ പോണ്ടേ? ശരിയാ, കുറച്ചാളായിട്ട് ഈ പണി 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 ഇത് തന്നെ തലയിലുള്ളൂ. എന്നാ ഒരു ട്രിപ്പ് പോയേക്കാം. എല്ലാത്തിനും വിട പറഞ്ഞ് ഒരു സ്വസ്ഥമായിട്ടുള്ളൊരു ട്രിപ്പ്. ഹലോ ഗായ്സ്, വെൽക്കം ടു എ ന്യൂ വ്ളോഗ്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്ന സ്ഥലം വെയിറ്റ് ആൻഡ് സീ. നേരത്തെ പറയുന്നില്ല. അമ്മ ഇവിടെ ഉണ്ട്, അമ്മി ഓടിപ്പോകുന്നുണ്ട്. ഈ പ്രാവശ്യം രണ്ടുപേരും കൂടെ ഉണ്ട് ഞങ്ങളുടെ കൂടെ. അവര് ഇതുവരെ റെഡി ആയിട്ടില്ല. 2 മണിക്കുള്ള ഫ്ലൈറ്റിലാണ് നമ്മൾ പോകുന്നത്. ഗൈസ്, പാതിരാത്രിയാണ്, പക്ഷേ എൻ്റെ ഷെയ്ഡ്സ് ഒക്കെ വെച്ചിട്ടുള്ളതാണ്. എൻ്റെ എയർപോർട്ട് ലുക്കിൽ കോംപ്രമൈസ് ചെയ്യാൻ ഞാൻ തയ്യാറല്ല. അപ്പോൾ ഞാനും എൻ്റെ വൈഫും ട്വിന്നിങ് ആണ്. അപ്പോൾ എൻ്റെ ലുക്കൊന്ന് കാണിച്ച്. ടൈം 7:40. 7 മണിക്ക് ഇറങ്ങണ്ട. ഇവര് ഇപ്പോഴും ഒരുങ്ങി കഴിഞ്ഞിട്ടില്ല. ഇപ്പം മേക്കപ്പ് ഒക്കെ നടക്കുന്നേ ഉള്ളൂ. അങ്ങനെ എല്ലാവരുടെയും ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങള് നേരെ എയർപോർട്ടിലേക്ക് വിട്ടു. എയർപോർട്ടിനടുത്തുള്ള സൽക്കാരേന്നാണ് ഡിന്നർ കഴിക്കുന്നത്. ഞങ്ങളുടെ ഫ്ലൈറ്റ് 2 മണിക്കാണെങ്കിലും ഈ സൽക്കാരയിൽ കയറുന്ന സമയവും പിന്നെ എല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് 7 മണിക്ക് തന്നെ ഇറങ്ങിയത്. ഈ ട്രിപ്പ് ഞങ്ങൾ കുറച്ച് കാലം മുൻപേ പ്ലാൻ ചെയ്തതാണ്. പിന്നെ ടോണിയുടെയും റോസിയുടെയും ഒക്കെ കല്യാണവും പിന്നെ അവിടുത്തെ ഒരു മഴ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ മാറാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന് ഒരു ടൈമിലേക്ക് മാറ്റിയതാണ്. എന്തായാലും ട്രിപ്പ് പോകുന്നയാൾ മുൻപ് നല്ലൊരു ഇന്ത്യൻ ഭക്ഷണം കഴിച്ചിട്ട് തന്നെ ആവാം യാത്ര എന്നയാള് കരുതി. മറ്റെല്ലായിടത്തെയും സൽക്കാരകളെ വെച്ച് ഈ നെടുമ്പാശ്ശേരിയിലുള്ള നമ്മളുടെ സൽക്കാരയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. എല്ലാ രാജ്യങ്ങളിലേക്കും പോകുന്നവരും വരുന്നവരും ആദ്യമായിട്ട് അവസാനമായിട്ടും വന്ന് കഴിച്ച് യാത്ര തുടങ്ങുന്നത് ഈ സൽക്കാരയിൽ നിന്നാണ്. അപ്പൊ നമ്മള് ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോയതെങ്കിലും ബിരിയാണി ഫാസ്റ്റ് മൂവിങ് ഐറ്റം ആയതുകൊണ്ട് അത് തീർന്നുപോയി. അതുകൊണ്ട് നമ്മള് നെയ്ച്ചോറും കബാബും ആണ് എടുത്തത്. പക്ഷെ കഴിച്ചു കഴിഞ്ഞപ്പോ ഞങ്ങക്ക് തോന്നി എന്തുകൊണ്ടും ബിരിയാണി തീർന്നു പോയത് നന്നായി, അല്ലെങ്കിൽ ഈ ഓപ്ഷൻ ഞങ്ങള് കാണില്ലായിരുന്നു. അങ്ങനെ നമ്മളുടെ അടിപൊളി ഗീ റൈസും കോഴിയിറച്ചിയും ഒക്കെ കഴിച്ചതിന് ശേഷം എരിഞ്ഞു തുടങ്ങിയപ്പോ ഞാൻ ഒരു കാരമൽ പുഡിങ് ഓർഡർ ചെയ്തു. പക്ഷെ എന്റെ കൂടെയുള്ള 3 പേരും എരിയുന്നുണ്ടെന്ന് പറഞ്ഞാലും അവരൊന്നും ഓർഡർ ചെയ്യാത്ത സ്ഥിതിക്ക് ഞാൻ ഒരു കുനാഫയും കൂടെ ഓർഡർ ചെയ്തു. അല്ലെങ്കിൽ എന്റെ ഫേവറേറ്റ് കാരമൽ പുഡിങ്ങിന്ന് അവർക്ക് ഷെയർ കൊടുക്കേണ്ടി വരും. അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. 2 ഡെസേർട്ട്സും അടിപൊളിയായിരുന്നെങ്കിലും എന്റെ പേഴ്സണൽ ഫേവറേറ്റ് നമ്മളുടെ കാരമൽ പുഡിങ് തന്നെയാണ്. ഇവർക്ക് 3 പേർക്കും ഡെസേർട്ട് ഒന്നും വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ ഈ കഴിക്കുന്ന ഓരോ ടീസ്പൂൺ വീതം മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. പിന്നെ പ്ലേറ്റ് കാലിയായത് ഞാൻ അറിഞ്ഞില്ല. അപ്പൊ സൽക്കാരേന്ന് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് നേരെ എയർപോർട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പൊ 4 പേരുണ്ട് ഇന്ന്. ഇവരുടെ ഹണിമൂണാണ്. ഹണിമൂൺ ഒത്തിരി പോയെന്ന്. ഓക്കെ, കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ ഹണിമൂണിനായി ബാങ്കോക്കിലേക്ക് ടിക്കറ്റ് പാക്കേജ് വഴി ബുക്ക് ചെയ്ത ടോണിയോട് ചേച്ചി പറഞ്ഞ യാത്രാ കഥകൾ റോസി പറയുണ്ടായി. ആ പറഞ്ഞ കഥകളും പിന്നെ ഞങ്ങളുടെ വീഡിയോസും കൂടെ കണ്ടു കഴിഞ്ഞപ്പോ ടോണി ബാങ്കോക്ക് ട്രിപ്പ് ക്യാൻസൽ ചെയ്തിട്ട് ഞങ്ങളുടെ കൂടെ തന്നെ വരണം എന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് ഞങ്ങളുടെ ട്രിപ്പിലേക്ക് ഇവര് ജോയിൻ ചെയ്യുന്നത്. എവിടേക്കാ പോണത്? യൂറോപ്പ്, സ്വിറ്റ്സർലാൻഡ് അല്ലേ? ഒക്കെ കള്ളാണ് കേട്ടോ ഗൈസ്, എത്തിയിട്ട് അറിയാം. എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ തന്നെ നമ്മളുടെ ഹോട്ടൽ ബുക്കിംഗ്സിന്റെ കാര്യങ്ങൾ, വിസ ഇൻഫർമേഷൻ, ടിക്കറ്റ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോസ് എല്ലാം കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ആരുടെയും സഹായം ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഈ രാജ്യങ്ങളൊക്കെ വിസിറ്റ് ചെയ്ത് സുഖമായിട്ട് വരാൻ സാധിക്കുന്നതായിരിക്കും. ഇമിഗ്രേഷൻ കഴിഞ്ഞ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ എപ്പോഴും നമ്മൾ ഇതുപോലെയുള്ള ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകളുടെ മുന്നിലൂടെയാണ് ബോർഡിംഗ് ഗേറ്റ്സിലോട്ട് നടന്നു പോകുന്നത്. ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ലാഭകരമായി മേടിക്കാൻ പറ്റുന്നത് കുപ്പികൾ തന്നെയാണ്. ഡ്യൂട്ടി ഫ്രീയിൽ നിന്ന് മേടിക്കുന്നതിന് എന്താണ് ലാഭം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ വിദേശ മദ്യങ്ങൾക്ക് ഈടാക്കുന്നത് 150% ടാക്സ് ആണ്. അതായത് ടാക്സ് മാത്രം 1.5 ഇരട്ടി. ഇതിന് ഒരു കണക്കുണ്ട്. 2 ലിറ്ററാണ്
ഒരു ബോർഡിംഗ് പാസ്സിൽ നമുക്ക് കിട്ടുക. അങ്ങനെ ഞങ്ങളുടെ ഫ്ലൈറ്റിൻ്റെ ബോർഡിംഗ് ടൈമായി. അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവുകയാണ്. എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. പക്ഷെ എൻ്റെ ഉള്ളിലെ പേടി വേറൊന്നാണ്. പ്രത്യേകിച്ച് മറ്റൊരു ഗൈഡോ പറഞ്ഞു തരാൻ ഒരാളോ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാനും എൻ്റെ വൈഫും കൂടിയാണ് മൊത്തത്തിൽ ട്രിപ്പും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാറ്. ഇതൊക്കെ ഒന്ന് എക്സിക്യൂട്ട് ചെയ്തെടുക്കുന്നതിനിടയിൽ പല തെറ്റുകളും കാര്യങ്ങളൊക്കെ സംഭവിക്കാറുണ്ട്. അതുകൂടാതെ ഒരു രാജ്യത്തെത്തി പല കാഴ്ചകളും കാണാനായിട്ട് ഞങ്ങള് കിലോമീറ്ററുകളോളം നടക്കുകയുണ്ടാവും. ആ ഒരു നടത്തം ചിലപ്പോൾ ഒരു ദിവസം 10 കിലോമീറ്റർ ആയിരിക്കാം, ചിലപ്പോൾ 20 കിലോമീറ്റർ ആയിരിക്കാം, ചിലപ്പോൾ അത് 30 കിലോമീറ്റർ വരെ ഒക്കെ പോയിട്ടുണ്ട്. ഇതിനൊക്കെ ഒപ്പം ഇവര് രണ്ടുപേരും എത്തിപ്പിടിക്കോ എന്നുള്ളതാണ് എൻ്റെ ഒരു പേടി. ഞങ്ങളുടെ ഫ്ലൈറ്റിന്റെ ലേ ഓവർ ഡോൺമാംഗോ എയർപോർട്ട് തായ്ലൻഡിലാണ്. ഏകദേശം 1 മണിക്കൂറും 15 മിനിറ്റുമാണ് നമ്മളുടെ ലേ ഓവർ വരുന്നത്. മുൻപ് പലതവണ ട്രാവൽ ചെയ്തതുകൊണ്ട് തന്നെ ഇന്റർചേഞ്ചിങ് ഫ്ലൈറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ 1 മണിക്കൂർ തികയാതെ വരും എന്നുള്ളതാണ് സത്യം. വന്നിറങ്ങുന്ന രാജ്യത്തിന്റെ അടുത്ത കസ്റ്റംസ് ക്ലിയറൻസിന് ശേഷം മാത്രമേ നമുക്ക് അടുത്ത ഫ്ലൈറ്റ് പിടിക്കാൻ പറ്റുള്ളൂ. ഞങ്ങള് കഴിഞ്ഞ ഫുഡ് സൽക്കാരേന്ന് കഴിച്ചതിന് ശേഷം തായ് ലയൺ എയറിൽ ഫുഡും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു ബഡ്ജറ്റ് എയർലൈൻ ആയതുകൊണ്ട് തന്നെ, പക്ഷെ സമയമില്ലാത്തതുകൊണ്ട് ഇവരെല്ലാം ക്യൂവിൽ നിർത്തിയിട്ട് ഞാൻ എന്തേലും വാങ്ങിച്ചു കൊണ്ടുവരാം എന്ന് പറഞ്ഞു. അങ്ങനെ 2 കോഫിയും 2 മാംഗോ സ്റ്റിക്കി റൈസും എങ്ങനെയൊക്കെയോ മേടിച്ച് ഞാൻ ഫ്ലൈറ്റ് ബോർഡ് ചെയ്തു. ഈ മാംഗോ സ്റ്റിക്കി റൈസിന്റെ ഉത്ഭവം തായ്ലൻഡിൽ നിന്നാണെങ്കിലും തൊട്ടടുത്ത രാജ്യങ്ങളായ കംബോഡിയ, ലാവോസ്, മലേഷ്യ, ഫിലിപ്പീൻസ് എന്നിവിടങ്ങളിലും മാംഗോ സ്റ്റിക്കി റൈസ് അവൈലബിൾ ആണ്. നല്ല പഴുപ്പൊത്ത മാങ്ങയുടെ ഒരു പീസും കുറച്ച് സ്റ്റിക്കി റൈസും തേങ്ങാപ്പാലും ആണ് നമുക്ക് ലഭിക്കുക. തേങ്ങാപ്പാല് നമ്മളുടെ സ്റ്റിക്കി റൈസിന് മുകളിൽ ഒഴിച്ച് കറി പോലെ മാംഗോ കൂട്ടി കഴിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഭക്ഷ്യരീതി. മുൻപ് പലതവണ മാംഗോ സ്റ്റിക്കി റൈസ് കഴിച്ചിട്ടുണ്ടെങ്കിലും ഇത്തവണത്തേത് എന്തോ കൂടുതൽ രുചികരമായി തോന്നി. ചിലപ്പോൾ വിശപ്പ് ഏറിയിട്ടായിരിക്കാം. നമ്മളുടെ നാട്ടിലെ വൈവിധ്യമാർന്ന രുചികളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് നമ്മളുടെ പാച്ചോറുമായിട്ട് സാമ്യം വരും. നമ്മൾ മാംഗോ സ്റ്റിക്കി റൈസും കാര്യങ്ങളൊക്കെ കഴിച്ചതിന് ശേഷം നമ്മളുടെ കവറും വേസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത് വന്ന എയർ ഹോസ്റ്റസിനെ ഏൽപ്പിച്ചു. അപ്പൊ അവര് ഞങ്ങളെ ശകാരിച്ചു. പുറത്തെ ഭക്ഷണങ്ങൾ ഈ ഫ്ലൈറ്റിനുള്ളിൽ കയറ്റാൻ പാടില്ല എന്നാണ് നിയമം. ഇത് എനിക്ക് ഇൻസ്പെക്ടറിന്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു. മുൻപ് പലതവണ യാത്ര ചെയ്തപ്പോഴും ഇത്തരത്തിലൊരു റൂള് ഞാൻ കേട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് പ്രത്യേകിച്ച് കുലുക്കവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് കഴിഞ്ഞ് ഞങ്ങള് ലാൻഡ് ചെയ്തപ്പോഴും ഞാൻ വിചാരിച്ചു എന്തേലും പറയും എന്ന് വിചാരിച്ചു, പക്ഷെ ഒന്നും പറഞ്ഞില്ല. അവര് എന്തേലും ഒരു പ്രശ്നത്തിലോ അല്ലെങ്കിൽ വീട്ടിലെ എന്തേലും ബുദ്ധിമുട്ടിലോ ആയിരുന്നേക്കാം. അതുകൊണ്ട് വായി തോന്നിയത് പറഞ്ഞതായിരിക്കണം എന്ന് കരുതാം. അങ്ങനെ നമ്മളുടെ ഫ്ലൈറ്റ് ഹോങ്കോങ് നഗരത്തില് ലാൻഡ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും കൂടാതെ തന്നെ നമ്മൾ ഹോങ്കോങ് നഗരത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അടുത്തതായിട്ട് നമുക്ക് ഇവിടുത്തെ ഇമിഗ്രേഷനും കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കണം. കറൻസി നോട്ടുകൾ എക്സ്ചേഞ്ച് ചെയ്തെടുക്കണം. പിന്നെ ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ യാത്ര ചെയ്യാനുള്ള ഒക്ടോബസ് കാർഡ് എടുക്കണം. പിന്നെ അവസാനമായിട്ട് നല്ല എന്തേലും ഭക്ഷണവും കഴിക്കണം. ഹോങ്കോങ് നഗരത്തിൽ എത്തിയപ്പോൾ മുതൽ നമ്മളുടെ ഇരുവശത്തും ആയിട്ടുള്ള ഫ്ലെക്സ് ബോർഡുകളെല്ലാം HSBC ബാങ്കിങ്ങിൻ്റെയാണ്. നമ്മൾക്കെല്ലാവർക്കും പരിചയമുള്ള HSBC ബാങ്കിലെ HSBC എന്ന് വരുന്നത് ഹോങ്കോങ് ആൻഡ് ഷാങ്ഹായ് ബാങ്കിങ് കോർപ്പറേഷൻ എന്നാണെന്ന് എത്ര പേർക്കറിയാം? 1941 മുതൽ 1945 വരെ ഹോങ്കോങ് ജപ്പാനിന്റെ അധീനതയിലും അതിനുശേഷമുള്ള 99 കൊല്ലം ചൈന ബ്രിട്ടീഷിന് എഴുതി കൊടുത്ത പാട്ടക്കരാറിലും ആയിരുന്നു.
1997 ഈ 99 കൊല്ലത്തെ കാലയളവ് തീർന്ന് ചൈനയ്ക്ക് മടക്കി കൊടുക്കുമ്പോൾ ഹോങ്കോങ് എന്ന നഗരം വളർന്ന് പന്തലിച്ച് ഒരു വികസിത രാജ്യമായി മാറി. 4.7 മില്യണാണ് ഇവിടുത്തെ ജനസംഖ്യ. ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാര് തിങ്ങിപ്പാർക്കുന്ന 4ാമത്തെ രാജ്യമായി വരും. ഇവരുടെ ഭാഷ, ഇമിഗ്രേഷൻ പ്രോസസ്, വിസ എല്ലാം അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും.